ഹലോ, ആലപ്പുഴക്കാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി പോണതേ കക്ക ഇറച്ചിക്കകത്ത് പീലൊന്ന് ഇട്ട് ഒതുക്കി ചെയ്യാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഇത് കുക്കറിലേക്കാണ് കക്ക ഇറച്ചി വേവിക്കാൻ വേണ്ടി വെച്ചത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സവാളയും പച്ചമുളക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾ പൊടി, കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് ഞാൻ പുരട്ടിയത് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് അതിന് ആവശ്യമായ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് അത് നമുക്ക് വഴറ്റാം കേട്ടോ. അപ്പോൾ എന്താണെന്നറിയാമോ, അടപ്പിൽ ഞാൻ ചോറ് വെച്ചായിരുന്നല്ലോ, അപ്പോൾ അതിൽ തന്നെ കറി വെച്ച് അങ്ങോട്ട് മാറ്റാമെന്ന് ഞാൻ കരുതി. നല്ല തീയുണ്ടായിരുന്നു അടപ്പിൽ. ഇതേ അപ്പോൾ അടപ്പിൽ തന്നെ ഞാൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതേ സവാളയും പച്ചമുളക് എല്ലാം കൂട്ടി വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ കക്കയിറച്ചി വെന്തിരിപ്പണ്ടേ. അപ്പോൾ സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ ഇച്ചിരി പൊടികൾ, അതായത് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മസാലപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് താളിച്ചിട്ട് നമ്മൾ കുക്കറിൽ വെന്തിരിക്കണ കക്കയിറച്ചിയല്ലോ അത് അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ അതൊന്ന് റെഡിയാവാൻ നേരം കൊണ്ട് ഞാൻ ഇച്ചിരി പീരയൊക്കെ ചേർന്നെടുക്കാമെന്ന് കരുതി. ഇതിപ്പോൾ നമ്മുടെ മുളക് പൊടിയൊക്കെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായി വരട്ടെ. ഇതേ ഇപ്പോൾ കക്കയിറച്ചി വെന്തിരിക്കണേ. അപ്പോൾ കക്കയിറച്ചി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാവേ. കക്കയിറച്ചി ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഉണ്ട് പറ്റാനായിട്ട്. അപ്പോൾ കക്കയിറച്ചിയോടെ ആ വെള്ളമൊന്ന് ശരിക്കൊന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ആ തേങ്ങാപ്പീരയും കൂടി ഇട്ടിട്ട് ശരിക്കൊന്ന് ചിക്കിയേക്കുമ്പോൾ എന്താണെന്ന് പറയുക, കക്കയിറച്ചി തോരൻ എന്നാണ് പറയണേ. അപ്പോൾ കക്കയിറച്ചി തോരൻ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ കഴിക്കുമ്പോഴത്തേക്കുവേ. അപ്പോൾ അതാണ് ഇവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം. കക്കയിറച്ചിക്കകത്ത് ഇച്ചിരി പീരയൊക്കെ ഇട്ട് ഒതുക്കിയെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതായത് നമ്മുടെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിലേക്ക് പീരയിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഉച്ചക്കത്തെ ഊണാണ് കാണുന്നത്. മത്തി മാങ്ങയിട്ട് അരച്ച് കറി വെച്ചതും കക്ക ഇറച്ചി പീരക്കിട്ട് തോരൻ പോലെ ആക്കി വെച്ചതും ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും കടല വറുത്തരച്ചതും കുറച്ച് വെക്കാം. ഇതെല്ലാം കൂട്ടി കഴിക്കും.